ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. വിഷു ഒക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന സേമിയ പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത്. പക്ഷേ ഞാനതൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് പിങ്ക് കളറിലാണ് ചെയ്യുന്നത്. നമ്മൾ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓളെന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ചൂടുകട്ടിയുള്ള പാത്രം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സേമിയ എന്ന് പറയുന്നത് വറക്കാത്തതാണ്. അപ്പോൾ ആ സേമിയ ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സേമിയ വറക്കാത്തത് നമ്മുടെ പാക്കറ്റിൽ ഇങ്ങനെ നീളത്തിൽ വരുന്ന ഇതാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് നീളത്തിൽ ഞാനതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ തീ സിമ്മിലിട്ടിൽ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനൊക്കെ കൊണ്ട്. പെട്ടെന്ന് തീ കയറും. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. കരിഞ്ഞു പോകല്ലേ. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കിടന്നു കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിനകത്ത് നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സേമിയ ഇനി നന്നായിട്ടൊന്ന് വേകണം. നമുക്കൊരു 80% ഈ സേമിയ ഈ പാലിൽ കിടന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സേമിയ വേകാൻ കുറച്ച് താമസം എടുക്കും. അപ്പം ഇത് കുറച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം ചൂടുകട്ടിയില്ലാത്ത പാത്രത്തിലൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സേമിയ എല്ലാം കൂടി കിടന്ന് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പം ഇനി നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതൊരു ടോഫി ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്തിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഈസി മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ ടോഫി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു അരമണിക്കൂറോളം നമുക്കത് വെന്ത് കിട്ടാനെ കൊണ്ട് നമുക്ക് സമയമെടുക്കും. പിന്നെ അത് തണുത്തതിന് ശേഷമൊക്കെ നമുക്ക് ഇതിനകത്തിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി മെത്തേഡായിട്ട് നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെക്കുവാണ്. അപ്പോൾ നമ്മൾ ടോഫി സാധാരണ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കുക്കറിനകത്തിൽ വെള്ളം ഇത് മൂടി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ടിന്ന് അതേപടി അതിലിറക്കിയിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാതെ ഈസി ആയിട്ടാണ് നമ്മളിപ്പം ഇതിൽ നമ്മൾ ടോഫി ഉണ്ടാക്കി നമ്മൾ ഈ പായസത്തിൽ ചേർക്കുന്നത്.
അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ഇതൊന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ പഞ്ചസാര അവിടെ ചെറു തീയിൽ അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പുറത്തിരിക്കുന്ന പായസം നമ്മൾ 2 അടുപ്പിൽ ഒരേ സമയം ചെയ്യുവാണെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന പായസം ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഒന്നും കരിഞ്ഞു പോരുത്. നമ്മൾ കേക്കിനൊക്കെ നമ്മൾ കാരമൽ ചെയ്തെടുക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് തീ ഓഫ് ചെയ്യുവാണ്. തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് നമ്മൾ തീ ഇട്ടോണ്ട് ചെറു തീയിൽ തന്നെ നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. കാരണം നമ്മുടെ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഇത് നമ്മൾ ടോഫി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നുണ്ട്, നമുക്ക് മിൽക്ക് മെയ്ഡ് പുതിയതായിട്ട് നമ്മളൊരു ബോട്ടിൽ അതിനകത്ത് ഇടുവാണെങ്കിൽ മൊത്തം അത് നമ്മൾ വേവിച്ചെടുക്കും. പിന്നെ അത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒത്തിരിയൊക്കെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് മൊത്തം ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാനിത് ഈ പായസത്തിലേക്ക് ഇത് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതിൽ മധുരം ചേർത്തിട്ടില്ല, ഇപ്പോൾ ചേർത്തത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പാണ്. നമ്മുടെ പായസത്തിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കുക. അതിനകത്ത് നിന്ന് 4 ടേബിൾ സ്പൂൺ എടുത്താണ് നമ്മൾ ടോഫി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ബാക്കി ഞാൻ 1 കപ്പ് ബാക്കിയിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പായസത്തിന് നല്ല കളറും ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പം തന്നെ നല്ല സ്മെല്ലാണ്. പിന്നെ പായസമല്ലേ, അപ്പം നമുക്ക് ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചതുകൂടെ ചേർക്കുകയാണ്. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ടോഫി ചെയ്ത് എടുത്തത് കൊണ്ട്. പിന്നെ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് വറുത്തിടാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ ആ മുന്തിരിയോട് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യോടൊപ്പം തന്നെ ചേർക്കാം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിങ്ക് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വിഷുവിനൊന്ന് തയ്യാറാക്കി നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓൾ എന്ന ഓപ്ഷനോട് വരും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ. അപ്പോൾ ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റുവാണ്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ.